വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് കേരളം കരകയറി വരുന്നതേയുള്ളൂ. ദുരന്തമുഖത്തിന്റെ വിങ്ങലായി വെള്ളാർമല സ്കൂൾ ഇന്നൊരു സ്മാരകമായി മാറിയിരിക്കുകയാണ്. വയനാട് ചൂരൽമല മുണ്ടക്കൈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തഭൂമിയില്ലാത്ത ഒരു ദുരന്തത്തിന് പ്രധാനമായും രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഓഫീസിലും ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലും ആ ഇരുണ്ട രാത്രിയെ ഇനി ഒരിക്കൽ പോലും ഓർക്കാൻ വയ്യ. ഒറ്റ രാത്രി കൊണ്ട് ഉരുളെടുത്ത വെള്ളാർമലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ സ്കൂൾ പൂർണ്ണമായും മണ്ണെടുത്ത ആ രാത്രി. നേരം പുലർന്ന് സ്കൂളിലേക്കുള്ള ബാഗും ബുക്കും ഒരുക്കി പാഠഭാഗങ്ങൾ മനപ്പാടമാക്കി ഉറങ്ങാൻ കിടന്ന കുരുന്നുകൾ. അപകടത്തിന്റെ ഒരു സൂചന പോലും ഇല്ലാതെ ഉറങ്ങാൻ കിടന്ന പലർക്കും അതൊരു ദുസ്വപ്നമാണ്. ചിലർ സ്വപ്നത്തിൽ നിന്നും ഒരിക്കലും ഉണരാത്ത നിദ്രയിലേക്കും. ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാകാതെ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാകാതെ പകച്ചുപോയ മണിക്കൂറുകൾ. ഒരു നാടിന്റെ സംസ്കാരത്തെ വളർത്താൻ പ്രധാന പങ്കുവഹിച്ച ഒരു സ്കൂളും അധ്യാപകരും നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അവസ്ഥ. ഉരുൾപൊട്ടിയതറിഞ്ഞ് ബന്ധപ്പെടാവുന്ന മുഴുവൻ കുട്ടികളുടെയും ഫോണുകളിലേക്ക് മാറി മാറി വിളിക്കുന്ന അധ്യാപകർ. ബന്ധപ്പെടാൻ കഴിയാവുന്ന മുഴുവൻ സ്രോതസ്സുകളും വഴിമുടക്കിയപ്പോൾ അവരെല്ലാം സുരക്ഷിതരാകണേ എന്നാഗ്രഹിക്കുന്ന ഹൃദയങ്ങളും നേരം പുലർന്നതിനു മുൻപേ സ്കൂളിനു മുന്നിലെത്തിയിരുന്നു. തിരിച്ചറിയാനാകാത്ത വിധം വികൃതമായ കലാലയമുറ്റത്ത് വിങ്ങിപ്പൊട്ടി കുട്ടികളെ തിരിയുന്ന അധ്യാപകരുടെ ചിത്രവും ഹൃദയഭേദകം. വെള്ളാർമലയെ ഇങ്ങനെ കാണേണ്ടിയിരുന്നില്ലെന്ന് വിലപിക്കുന്നവർക്കുള്ള മറുപടിയായിരുന്നു പിന്നീട് കേരളക്കര കണ്ടത്. കുട്ടികളെ ദുരന്തത്തിന് മുന്നിൽ അടിയറ വയ്ക്കാതെ ദിവസങ്ങൾക്കുള്ളിൽ പാഠ്യേതര വിഷയങ്ങളുമായി പുതിയ അധ്യയന ദിനങ്ങൾ. ഉരുളെടുത്ത കൂട്ടുകാർ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ അവർക്കായി ഒഴിച്ചിട്ട ഇരിപ്പിടങ്ങൾ കണ്ടിട്ടും പതറാതെ മുന്നോട്ട്. ദിവസങ്ങൾ നീങ്ങവേ വയനാടിന്റെ തനത് ചുവടുകളിൽ നിന്ന് ചിലങ്കയണിഞ്ഞ കാലുകൾ പറഞ്ഞത് കഥയായിരുന്നില്ല. അതിജീവനത്തിന്റെ പാതയിൽ വയനാട് പിന്നീടും ഉറങ്ങിയുണർന്നു. വർണ്ണപ്പകിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ട് ഉണർന്നു പ്രവർത്തിച്ചു. പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു, പുസ്തകങ്ങളെത്തി. മടങ്ങിവരാത്ത കൂട്ടുകാരുടെ ഓർമ്മകൾ ചേർത്തുവെച്ച് ഇനി ഞങ്ങൾ പഠിക്കട്ടെ. പടിപടിയായി ഉദിച്ചുയർന്നി അക്ഷര നക്ഷത്രം. വൃന്ദ ഗോവിന്ദ്, ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.